എന്താടാ നായ ഇത്രയും നേരം താമസിച്ച്? വാറ്റ് കേന്ദ്രത്തിൽ പുതിയ ഇൻസ്പെക്ടറും പാർട്ടിയും പരിശോധന നടത്തുക. അതുകൊണ്ടാ ചാരായം കിട്ടാൻ താമസം. ഓഹോ, അവന്റെ അമ്മായിയമ്മയുടെ ഒരു പരിശോധന. നീയാണ് ടൈഗർ റാവു അല്ലടാ? അതെ. കേരള നിന്നെ ഇവിടെ കൊണ്ടുവന്നത് പോലീസുകാരെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാന്. എന്നെ ഇവിടുന്ന് ജീവനോട് പുറത്തുവിടുകയാണെങ്കിൽ ഈ രാമു ആരാണെന്ന് ഇൻസ്പെക്ടർ സാറിനെ ഞാൻ മനസ്സിലാക്കി തരാം. ബ്ലഡി റാസ്കൽ, നീ ഇവിടത്തെ വലിയൊരു വാടക കൊലയാളിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത് വാടകയ്ക്കെടുത്ത നട്ടലിന് മീതി അല്ലെന്നുള്ളത് നീ ഓർമ്മിച്ചോ? ഇൻസ്പെക്ടർ കത്തിക്കാതിരിക്കടാ. ഇൻസ്പെക്ടർ സാറേ, എന്താ? അവന് ഒന്നും ചെയ്യരുത്. അവൻ എന്റെ ഒരേ ഒരു മകളുടെ ഭർത്താവാണ്. ഈ മൃഗമോ? അവൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കുന്നത് കണ്ടിട്ട് എനിക്ക് മരിച്ചാ മതിയായിരുന്നു. ഇറങ്ങി പോടുകളവാ. അമ്മായിയപ്പനോട് എന്തൊരു ബഹുമാനം. കാരണവരെ, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് സഹതാപം തോന്നുന്നു. ഏതായാലും ഇവൻ നന്നാകുമോ നോക്കാൻ വേണ്ടി ഞാൻ ഇവനൊരു സന്ദർഭം കൊടുക്കുകയാണ്. സാറിന് പുണ്യം കിട്ടും. ശരി, ക്യാമറ വെക്കോളൂ. എടാ, നിന്നെ ജീവപര്യന്തം ജയിലിലാക്കാനുള്ള കേസുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ നിയമം മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ലെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് തൽക്കാലം വിട്ടയക്കുന്നു. മുതലാളി എന്തിനാ വിഷമിക്കുന്നത്? അനന്തരവള് പോയെങ്കിൽ അവളുടെ പാട്ടിന് പോട്ടുന്നേ. വിനോദ് കുഞ്ഞിനെന്താ വേറെ പെണ്ണിനെ കിടത്തില്ല? പെണ്ണിനെ കിട്ടാഞ്ഞിട്ടല്ലടാ, അവൾ പോയതിന് പല കുഴപ്പമുണ്ട്.
എന്തായടാ തുളസിയെ കണ്ടു കിട്ടി? ഇല്ല ഡാഡി, അവൾ എന്റെ കണ്ണു പിടിച്ച് കടന്നു കളഞ്ഞു. അയ്യോ, ഇനി എന്ത് ചെയ്യും മുതലാളി? എന്ത് ചെയ്യാനാ? വരുന്ന വരട്ടെ. നിനക്ക് അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഈ വീട് വിട്ടു പോയില്ലായിരുന്നു. ഞാൻ എന്ത് ബുദ്ധിയില്ലായ്മ കാണിച്ചു എന്നാ ഡാഡി പറയുന്നത്? നീ 24 മണിക്കൂറും ക്ലബിലും ഹോട്ടലിലും ചുറ്റിക്കിറങ്ങുന്നത് തുളസി അറിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് അവൾ വിവാഹത്തിന് സമ്മതിക്കാതെ ഓടിക്കളഞ്ഞത്. ഒരു മുറപ്പെണ്ണിനെ കെട്ടാൻ വേണ്ടി എന്റെ സ്റ്റാറ്റസും സോഷ്യൽ ബന്ധങ്ങളും കളഞ്ഞു കുളിക്കാൻ പറ്റില്ല. ഈ സ്വത്തുക്കൾ കൈവിട്ടു പോയാൽ പിന്നെ എനിക്ക് നിനക്ക് എന്തെന്നാടാ സ്റ്റാറ്റസ്? കുട്ടപ്പ, അകത്ത് പോ. ഇന്നീ കാണുന്ന സ്വത്തുക്കൾ മുഴുവൻ തുളസിയുടെ തന്ത കൃഷ്ണൻ തമ്പി സമ്പാദിച്ചതാ. തുളസിയെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചാൽ ആ നിമിഷം നീയും ഞാൻ ഇവിടെ ഇറങ്ങേണ്ടി വരും. എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ചേ പറ്റൂ. പോലീസിൽ അറിയിക്കാൻ ഡാഡി. അതുകൊണ്ടൊന്നും കാര്യമില്ല. അവൾക്ക് സ്വത്തുണ്ടെന്ന് മനസ്സിലാക്കിയാൽ പലരും അവളെ സഹായിക്കാൻ തയ്യാറാവും. അവളെ ഒരൊറ്റ വീട്ടിലും കയറ്റാത്ത വിധത്തിൽ പത്രത്തിലൊരു പരസ്യം കൊടുക്കും. ശരിയാ ഡാഡി. നമ്മുടെ ദാസ് മാവെങ്കിൽ വിചാരിച്ചാൽ നാളെ കാലത്തെ പത്രത്തിൽ പരസ്യം വരികയും ചെയ്യും. എന്നെ രക്ഷിക്കണം. 2-3 റൗഡികൾ എന്റെ പിന്നാലെ വരുന്നുണ്ട്. റൗഡികളോ? ആ അതെ, അവന്മാരെ പേടിച്ചാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറിയത്. നീ ഏതാ? എന്റെ പേര് സരോജിനി എന്നാ. ജോലി അന്വേഷിച്ചു വന്നതാ. നേരെ ഇരുട്ടിയപ്പോ വഴി തെറ്റിപ്പോയി. പേടിക്കണ്ട, നിന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിടാം. അയ്യോ വേണ്ട സർ, വീട്ടിലെ പട്ടിണി സഹിക്കാൻ കഴിയാതെയാണ് ഞാൻ ജോലി അന്വേഷിച്ചിറങ്ങിയത്. എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല സർ. ഈ രാത്രിയിലാണോ ജോലി അന്വേഷിച്ച് പോകുന്നത്? അല്ല സർ, ഞാൻ നേരം വെളുത്തിട്ട് പോയിക്കൊള്ളാം. അതുവരെ എന്നെ ഇവിടെ തങ്ങാൻ അനുവദിക്കണം. ഇവിടെ? അതെ, ഞാൻ ഈ വരാന്തയിൽ ഇരുന്നോളാം സർ. പാടില്ല സരോജിനി, ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു പരിചയവുമില്ലാത്ത നിന്നെ ഇവിടെ കഴിയാൻ അനുവദിക്കുന്നത് എന്നോട് കാണിക്കുന്ന ഒരു കാരുണ്യമായിരിക്കും സർ. സരോജിനി, സാർ ഒന്നും പറയരുത്. ദയവ് ചെയ്ത് ഈ സമയത്ത് എന്നെ ഇറക്കി വിടല്ലേ. ഇതെന്റെ പെങ്ങളുടെ ബ്ലൗസും സാരിയുമാണ്. ഇതെടുത്തോളൂ. പെങ്ങളൊക്കെ എവിടെയാണ് സർ? നാട്ടിലാണ്. ഒരുപക്ഷെ എന്റെ അമ്മയും പെങ്ങളും നാളെ എത്തും. ആ കുളിമുറി ചെന്ന് ഡ്രസ് മാറ്റിക്കൊള്ളൂ. സരോജിനി രാത്രിയിൽ ഉറങ്ങിയില്ലല്ലേ? ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റതാ. ഈ യൂണിഫോം അയൺ ചെയ്യാനും ബൂട്ട് പോളിഷ് ചെയ്യാനും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, സാർ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ട് കൈയുടെ വേദന കൊണ്ടാണ് കഴിയാത്തതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം വളരെ നന്ദിയുണ്ട്. എനിക്ക് ഉടനെ ഡ്യൂട്ടിക്ക് പോകണം. സരോജിനി ഒരു കാര്യം ചെയ്യും, അഡ്രസ് തന്നിട്ട് പോയിക്കോളൂ. സാർ, എന്താ? സാറിന്റെ അമ്മയും പെങ്ങളും ഒക്കെ ഇന്ന് വരുമെന്നല്ലേ പറഞ്ഞത്? അതെ. അവര് വരുമ്പോ ഈ വീട്ടിൽ ജോലിക്കൊരാൾ വേണ്ടേ?
അതൊക്കെ അമ്മയാണ് തീരുമാനിക്കുന്നത്. ഞാൻ നിന്നോളാം സാർ. അതിഥിയായി എനിക്ക് വലിയൊരു ആശ്രയമായിരിക്കും. ഇവിടുത്തെ എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം സാർ. ഏതായാലും അമ്മ വരട്ടെ.